പാഴാക്കല്ലേ പ്രിയ കൂട്ടരേ. എല്ലാ കൊച്ചു കൂട്ടുകാർക്കും കളിമുറ്റത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. എങ്കിൽ നമുക്ക് നമ്മുടെ ആദ്യത്തെ സെഗ്മെന്റ് ഏതാണെന്ന് നോക്കിയാലോ? ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണോ? എല്ലാവരും കഥ കേൾക്കാൻ തയ്യാറല്ലേ? അതിനു മുൻപേ നമുക്ക് കാട്ടിലെ കൂട്ടുകാരെ ഒന്ന് പരിചയപ്പെട്ടാലോ? ആമയുടെ പേരെന്താ? ജെയ്നീസ സിനോജ്. ഏത് കാട്ടിൽ നിന്നാ വരുന്നേ? പോട്ട. മീനിന്റെ പേരെന്താ? സെറൻമേജോ. ഏത് കാട്ടിൽ നിന്നാ വരുന്നേ? വെള്ളാഞ്ചിറ കാട്ടിന്ന്. തത്തമ്മയുടെയോ? മെറിൻ മേജോ. ഏത് കാട്ടിൽ നിന്നാ വരുന്നേ? വെള്ളാഞ്ചിറ. കീരിക്കുട്ടന്റെ പേരെന്താ? ഡാനിയൽ സണ്ണി. ഏത് കാട്ടിൽ നിന്നാ വരുന്നേ? വെള്ളാഞ്ചിറ. എല്ലാവരും കഥ കേൾക്കാൻ തയ്യാറല്ലേ? നമുക്കിന്ന് റൂത്ത് എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ കഥ കേട്ടാലോ? ഒരു കാലത്ത് ഇസ്രയേൽ രാജ്യത്ത് വളരെയധികം ക്ഷാമമായിരുന്നു. ക്ഷാമം എന്തുകൊണ്ടാ വന്നതെന്നറിയാമോ? ആ രാജ്യത്ത് ഒരു വർഷത്തോളം മഴ ലഭിച്ചിരുന്നില്ല. ആ മഴ ലഭിക്കാത്തതുകൊണ്ട് ആ നാട്ടിൽ ക്ഷാമവും വരൾച്ചയും നേരിട്ടു. അതുകൊണ്ട് തന്നെ ആ രാജ്യത്തുണ്ടായിരുന്ന ആളുകൾക്ക് കഴിക്കുവാനായി ഭക്ഷണമൊന്നും ലഭിച്ചിരുന്നില്ല. അതുകൊണ്ട് ആ നാട്ടിലുള്ള ആളുകളെല്ലാം അടുത്തുള്ള സമീപ പ്രദേശങ്ങളിലേക്ക് മാറി താമസിക്കുവാൻ തുടങ്ങി. അങ്ങനെ ഇസ്രായേൽ രാജ്യത്ത് താമസിച്ചുകൊണ്ടിരുന്ന നവോമിയും നവോമിയുടെ കുടുംബവും 2 മക്കളും അടുത്തുള്ള ഒരു രാജ്യത്തേക്ക് മാറി താമസിച്ചു. അവർ ആ രാജ്യത്ത് വളരെയധികം സന്തോഷത്തോടെ ജീവിച്ചു പോരുകയായിരുന്നു. അവർ വളരെ കഠിനാധ്വാനം ചെയ്യുന്നവരായിരുന്നു. രാവും പകലും കഠിനാധ്വാനം ചെയ്ത് ആ കഠിനാധ്വാനത്തിൽ നിന്നുണ്ടാക്കുന്ന സമ്പാദ്യം കൊണ്ട് അവർ ജീവിതം മുൻപോട്ട് കൊണ്ടുപോയിരുന്നു. അങ്ങനെ ഒരു ദിവസം നവോമിയുടെ ഭർത്താവ് രോഗം മൂലം മരിച്ചു. അത് നവോമിക്ക് വളരെ സങ്കടം നൽകി. എന്നാലും ഭർത്താവിന്റെ ഓർമ്മകൾ കൊണ്ട് ആ രാജ്യത്ത് തന്നെ താമസിക്കുവാൻ നവോമിയും നവോമിയുടെ 2 മക്കളും തീരുമാനിച്ചു. അങ്ങനെ ആ രാജ്യത്ത് തന്നെ അവർ വീണ്ടും താമസിച്ചു. കുറെ നാളുകൾക്ക് ശേഷം തന്റെ 2 ആൺമക്കളും വളർന്ന് വലുതായി. കല്യാണപ്രായം എത്തിയപ്പോൾ ആ നാട്ടിലെ തന്നെ 2 സ്ത്രീകളായ ഓർഫായെയും റൂത്തിനെയും ആ 2 ആൺമക്കളും വിവാഹം ചെയ്തു. അങ്ങനെ അവരെല്ലാവരും സന്തോഷത്തോടെ കഴിയുകയായിരുന്നു. ആ നാട്ടിൽ അവർ വളരെ കഠിനാധ്വാനം ചെയ്താണ് ജീവിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ആ നാട്ടിലുള്ളവർക്ക് ഇവരോട് വളരെ ഇഷ്ടമുണ്ടായിരുന്നു. കുടിയേറി പാർത്തവരാണ് എന്നുള്ള വ്യത്യാസം പോലും ഇല്ലാതെയാണ് അവരെ അവർ സ്വീകരിച്ചിരുന്നത്. അങ്ങനെ കുറേ കാലങ്ങൾക്ക് ശേഷം തൻ്റെ 2 ആൺമക്കളും മരിച്ചുപോയി. ഇത് നവോമിക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. താൻ ഈ നാട്ടിൽ വന്നതിന് ശേഷമാണ് തൻ്റെ പ്രിയപ്പെട്ടവരെല്ലാം മരിച്ചത് എന്ന് ഓർത്തപ്പോൾ നവോമിക്ക് വളരെയധികം സങ്കടമായി. അങ്ങനെ നവോമി തൻ്റെ നാടായ ഇസ്രായേൽ രാജ്യത്തിലേക്ക് തിരിച്ചു പോകാമെന്ന് തീരുമാനിച്ചു. അതിനായി തൻ്റെ 2 മരുമക്കളെയും അവൾ തൻ്റെ അടുക്കിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, മക്കളെ, നിങ്ങൾ ചെറുപ്പമാണ്. അതുമാത്രമല്ല, എൻ്റെ മക്കളിൽ നിന്ന് നിങ്ങൾക്ക് മക്കളൊന്നും ഉണ്ടായിട്ടുമില്ല. ഇനിയും നിങ്ങളുടെ ജീവിതം മുൻപോട്ട് കിടക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സ്വഭവനങ്ങളിലേക്ക് തിരിച്ചു പോയിക്കൊള്ളുക. തൻ്റെ നല്ലവളായ അമ്മയെ വിട്ടുപോകാൻ 2 മരുമക്കളും തയ്യാറായിരുന്നില്ല. 2 പേരും അമ്മയോടൊപ്പം തന്നെ താമസിക്കുവാൻ ഉറച്ചു തീരുമാനിച്ച് അമ്മയോട് പറഞ്ഞു, അമ്മേ, ഞങ്ങൾ അമ്മയെ വിട്ടുപോകുന്നില്ല. അപ്പോൾ ആ അമ്മ പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം ഇനിയും മുൻപോട്ട് കിടക്കുകയാണ്. നിങ്ങൾ എൻ്റെ കൂടെ വന്ന് നിങ്ങളുടെ ജീവിതം നഷ്ടപ്പെടുത്തേണ്ട ആവശ്യമില്ല. അവസാനം അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി അമ്മയെ അനുസരിക്കാമെന്ന് വിചാരിച്ച് ഓർഫ തൻ്റെ സ്വഭവനത്തിലേക്ക് തിരിച്ചു പോകുവാൻ തീരുമാനിച്ചു. പക്ഷേ റൂത്ത് ആകട്ടെ തൻ്റെ അമ്മയെ വിട്ടുപോകുവാൻ തയ്യാറായിരുന്നില്ല. റൂത്ത് അമ്മയോട് പറഞ്ഞു, അമ്മയുടെ വീടാണ് എൻ്റെ വീട്. അമ്മ എങ്ങോട്ടേക്ക് പോകുന്നു അങ്ങോട്ടേക്ക് തന്നെ ഞാനും വരും. അമ്മയുടെ ബന്ധുക്കളാണ് എൻ്റെയും ബന്ധുക്കൾ. അമ്മ മരിക്കുന്നിടത്ത് ഞാനും മരിക്കും. ഇത് കേട്ടപ്പോൾ അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. അങ്ങനെ അവസാനം നവോമിയും റൂത്തും തൻ്റെ സ്വന്തം നാടായ ഇസ്രായേൽ രാജ്യത്തിലേക്ക് പോകുവാൻ തീരുമാനിച്ചു. അവർ ഇസ്രായേൽ രാജ്യത്ത് ചെന്നപ്പോൾ നവോമി തൻ്റെ ബന്ധുക്കളെയെല്ലാം അന്വേഷിച്ചു. പക്ഷെ നവോമിക്ക് അറിയുവാൻ സാധിച്ചത് ആ ക്ഷാമം മൂലം തൻ്റെ ബന്ധുക്കളെല്ലാം പല നാടുകളിലേക്ക് ചിതറിപ്പോയിരുന്നു എന്നാണ്. കുറച്ച് അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ തൻ്റെ അകന്ന ഒരു ബന്ധുവായ ബോവാസ് അവിടെ ഉണ്ട് എന്ന് നവോമിക്ക് മനസ്സിലായി. ബോവാസിന്റെ വയലിൽ ഇപ്പോൾ കൊയ്ത്ത് നടക്കുകയാണ്.
കൊയ്ത്ത് നടന്നതിന് ശേഷം മിച്ചം വരുന്ന കാല പെറുക്കുവാനായി നീ ബോവാസിന്റെ അടുക്കൽ ചെന്ന് അനുമതി തേടുക. ആ അനുമതി ബോവാസ് നൽകുകയാണെങ്കിൽ ആ കാല പെറുക്കിക്കൊണ്ട് നീ വീട്ടിലേക്ക് വരിക. അതിൽ നിന്നും നമുക്ക് ഭക്ഷണമുണ്ടാക്കാം. അങ്ങനെ റൂത്ത് നവോമി പറഞ്ഞത് കേട്ട് ബോവാസിന്റെ അടുക്കിലേക്ക് പോയി ബോവാസിനോട് അനുമതി തിരഞ്ഞു. അപ്പോൾ നല്ലവനായ ബോവാസ് റൂത്തിന് അനുമതി നൽകി. അങ്ങനെ എല്ലാ ദിവസവും റൂത്ത് വയലിൽ നിന്ന് ധാന്യങ്ങൾ ശേഖരിച്ച് നവോമിക്ക് കൊണ്ട് കൊടുക്കുകയും അവർ അതിൽ നിന്ന് ഭക്ഷണം കഴിക്കുകയും ചെയ്തിരുന്നു. എല്ലാ ദിവസവും കാല് പെറുക്കാൻ വരുന്ന ഈ സുന്ദരിയായ പെൺകുട്ടിയെ ബോവാസ് ശ്രദ്ധിച്ചിരുന്നു. ബോവാസ് തന്റെ ആളുകളോട് ചോദിച്ചു, ഇതേതാണ് ഈ പെൺകുട്ടി? എല്ലാ ദിവസവും വയലിൽ കാല് പെറുക്കുവാൻ വരുന്നുണ്ടല്ലോ. അപ്പോൾ തന്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ ബോവാസിനോട് പറഞ്ഞു, അത് അങ്ങയുടെ ചാർച്ചക്കാരിയായ നവോമിയുടെ മരുമകളാണ്. മാത്രമല്ല, നവോമിയും റൂത്തും തന്നെയാണ് ജീവിക്കുന്നത്. റൂത്ത് നവോമിയെ നല്ല രീതിയിൽ നോക്കുന്നുമുണ്ട്. ഇതെല്ലാം കേട്ടപ്പോൾ ബോവാസിന് അവളെ വിവാഹം കഴിക്കണമെന്ന് ഒരാഗ്രഹം തോന്നി. ബോവാസ് ഈ ആഗ്രഹം നവോമിയെ അറിയിച്ചു. നവോമി ആകട്ടെ ബോവാസിന്റെ ഈ ആഗ്രഹം റൂത്തിനെ അറിയിച്ചു. അമ്മയുടെ ആഗ്രഹം സാധിക്കുന്നതിനായി റൂത്ത് ബോവാസിനെ വിവാഹം കഴിച്ചു. കുറെ നാളുകൾക്ക് ശേഷം അവർക്ക് ഒരു മകനുമുണ്ടായി. അവന് അവർ ഒബാദ എന്ന് പേരിടുകയും അവർ സന്തോഷപൂർവ്വം ജീവിക്കുകയും ചെയ്തു. ഈ കഥ എല്ലാവർക്കും ഇഷ്ടമായോ? ഇഷ്ടമായി. ഈ കഥയിൽ നിന്നും എന്താ നിങ്ങൾക്ക് മനസ്സിലായത്? നമ്മൾ ദൈവത്തോട് എപ്പോഴും ചേർന്ന് നിൽക്കുക. നമ്മുടെ ഏതൊരു അവസ്ഥയിലും ദൈവം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. നമ്മളെ ഒരിക്കലും കൈവിടുകയില്ല. കൂട്ടുകാരെ, ഇന്നത്തെ കാട്ടിലെ കൂട്ടുകാരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ? ആഗ്രസിന് ഇഷ്ടമായോ കാട്ടിലെ കൂട്ടുകാരെ? എനിക്ക് ഒത്തിരി ഇഷ്ടമായി. എങ്കിൽ നമുക്കൊരു വിശുദ്ധന്റെ വചനം കേട്ടാലോ? ദൈവം വിശ്വസ്തനാണ്. നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടതെല്ലാം അവിടുന്ന് തരും. വിശുദ്ധ റിച്ചാർഡ്. കൂട്ടുകാരെ, നമുക്കെങ്കിൽ അടുത്ത സെഗ്മെന്റിലോട്ട് പോയാലോ? എന്തായിരിക്കും അടുത്ത സെഗ്മെന്റ്? ഒന്ന് കണ്ടു നോക്കാം കൂട്ടുകാരെ. ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പേര് എലീസ. നമുക്കിന്നൊരു കഥ കേട്ടാലോ? ഞാനിവിടെ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് എല്ലാം നല്ലത് തന്നെ. പണ്ട് ഒരു രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവിന് ഒരു ബുദ്ധിശാലിയായ മന്ത്രി ഉണ്ടായിരുന്നു. നമ്മുടെ രാജാവിന് നായാട്ടൊരു ഇഷ്ടമുള്ള വിനോദമായിരുന്നു. സമയം കിട്ടുമ്പോൾ രാജാവും മന്ത്രിയും ഭടന്മാരുമൊക്കെ നായാട്ടിന് പോകുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം നായാട്ടിന് പോയപ്പോൾ ഒരു അപകടം പറ്റി രാജാവിൻ്റെ കൈ മുറിഞ്ഞു. ചോര വരാൻ തുടങ്ങി. അപ്പോൾ മന്ത്രി പറഞ്ഞു, അത് നല്ലത് തന്നെ. ഇത് കേട്ട് രാജാവിന് ദേഷ്യം വന്നു. അപ്പോൾ രാജാവ് പറഞ്ഞു, എൻ്റെ കൈ മുറിഞ്ഞ് ചോര വരുമ്പോൾ നല്ല തന്നെ പറഞ്ഞത് മന്ത്രി കൊണ്ടുപോയി ജയിലടയ്ക്കും. രാജാവ് ഭടന്മാരോട് കൽപ്പിച്ചു. അപ്പോൾ മന്ത്രി പറഞ്ഞു, അതും നല്ലത് തന്നെ. രാജാവിൻ്റെ ഭടന്മാർ മന്ത്രി കൊണ്ടുപോയി ജയിലടച്ചു. രാജാവ് വീണ്ടും നായാട്ട് തുടർന്നു. അപ്പോഴതാ ഒരു സിംഹം മധ്യവഴി വരുന്നു. രാജാവിൻ്റെ ഭടന്മാർ 4 ദിക്കിനും ചിതറിയോടി. രാജാവാണെങ്കിൽ പേടിച്ച് വരച്ച് ബോധം കിട്ടി വീണു. സിംഹം രാജാവിൻ്റെ മുൻപിൽ വന്ന് രാജാവിനെ മണത്ത് നോക്കി. ചോര മണം ഇറച്ചി സിംഹത്തിന് ഇഷ്ടമല്ലായിരുന്നു. സിംഹം രാജാവിനെ കടിക്കത് നടന്നു പോയി. അപ്പോഴാണ് രാജാവിന് മനസ്സിലായതും തൻ്റെ കൈ പോറിന് ചോര വന്നില്ലാതെ ആ സിംഹം എന്നെ തിന്നുമായിരുന്നു. രാജാവ് ഭടന്മാരോട് കൽപ്പിച്ച് മന്ത്രിയെ മോചിപ്പിച്ചു. രാജാവ് മന്ത്രിയെ കണ്ടോട് പറഞ്ഞു, അല്ലേ മന്ത്രി, എനിക്ക് തെറ്റ് പറ്റി. എൻ്റെ കൈ മുറിഞ്ഞ് ചോര വന്നില്ലായിരുന്നു ആ സിംഹം എന്നെ തിന്നുമായിരുന്നു. അപ്പോൾ മന്ത്രി പറഞ്ഞു, അങ്ങനെ ജയിലടച്ചിലാണെങ്കിൽ എന്നെ ആ സിംഹം തിന്നുമായിരുന്നു. എനിക്കാണെങ്കിൽ മരത്തിൽ പോലും കാണാനറിയില്ല. ഹ ഹ ഹ ഹ. എല്ലാവരും കൂട്ടത്തോടെ ചിരിച്ചു. അതിനുശേഷം രാജാവ് മന്ത്രിക്ക് കുറെ സമ്മാനങ്ങൾ കൊടുത്തു. കൂട്ടുകാരെ, ഈ കഥയ്ക്കൊരു ഗുണപാഠം
കൂട്ടുകാരൻ, നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അത് നല്ലതിന് വേണ്ടാന്ന് നാം കരുതണം. നന്ദി, നമസ്കാരം. കൂട്ടുകാരെ, എങ്കിൽ നമുക്കൊരു ബൈബിൾ വചനം പഠിച്ചാലോ? കുട്ടികളെ, എല്ലാ കാര്യങ്ങളിലും നിങ്ങളുടെ മാതാപിതാക്കളെ അനുസരിക്കുവിൻ. അത് കർത്താവിന് പ്രീതികരമത്രേ. കൊളോസോസിന് എഴുതിയ ലേഖനം 3-ാം അധ്യായം 20-ാം വാക്യം. കൂട്ടുകാരെ, ഇന്ന് എന്തായിരിക്കും അന്നമോളുടെ സംശയം? നമുക്കൊന്ന് കണ്ടിട്ട് വരാം. മലക്കേ. ഹായ് അന്നമോളെ. ഹായ് മലക്കേ. എന്തുണ്ട് അന്നമോളെ വിശേഷം? സുഖമായിട്ടിരിക്കുന്ന മലക്കേ. അന്നമോളുടെ ക്ലാസ്സൊക്കെ നന്നായിട്ട് പോകുന്നുണ്ടോ? പക്ഷെ മഴ കാരണം 2 ദിവസം ക്ലാസ്സിലായിരുന്നു. ആട്ടെ, അന്നമോൾക്ക് മഴ ഇഷ്ടമാണോ? അതെ മലക്കേ, മഴയത്ത് കളിക്കാനും കുളിക്കാനും എനിക്ക് ഒത്തിരി ഇഷ്ടമാ. എന്നിട്ട് എന്റെ അന്നമോള് മഴയത്ത് കളിക്കാറുണ്ടോ? ഇല്ലെന്ന്. അതെന്താ അന്നമോള് മഴ ഇഷ്ടമായിട്ടും മഴയത്ത് കളിക്കാത്തത്? അത് പിന്നെ എന്താ കാര്യം? അന്നമോള് പറഞ്ഞു. പനി വരും മഴയത്ത് കളിച്ചാൽ. ഷോ, അതുകൊണ്ട് അപ്പായും അമ്മയും എന്നെ മഴയത്ത് ഇറക്കൂല. അത് കഷ്ടമായി പോയല്ലോ അന്നമോളെ. ചിലപ്പോ എനിക്ക് ഒത്തിരി കൊതി തോന്നും മഴയത്ത് കളിക്കാൻ. അപ്പൊ അന്നമോൾ എന്ത് ചെയ്യും? ഞാൻ ഒന്നും ചെയ്യില്ല. മഴ കൊണ്ടാൽ പിന്നെ എനിക്ക് പനി പിടിക്കൂലേ? അപ്പൊ ഞാൻ എങ്ങനെയാ സ്കൂളിൽ പോന്നോ? അത് ശരിയാ അന്നമോള് പറഞ്ഞത്. പനി പിടിച്ചാൽ പിന്നെ സ്കൂളിൽ പോകാൻ പറ്റില്ല. ഞാനൊരു സംശയം ചോദിക്കട്ടെ മലാകെ? അതിനെന്താ, എന്റെ അന്നക്കുട്ടി ചോദിച്ചോ. അന്നമോളുടെ എല്ലാ സംശയങ്ങളും തീർക്കാനല്ലേ അന്നമോളുടെ ഈ കാവൽ മാലാഖ ഇവിടെയുള്ളത്. മഴ നനഞ്ഞാൽ ചില കുട്ടികൾക്ക് പനി പിടിക്കും, ചില കുട്ടികൾക്ക് പനി പിടിക്കില്ല. അതെങ്ങനെയാ മാലാഖേ? അന്നമോളോട് ഇതാരാ പറഞ്ഞത്? എന്റെ ക്ലാസ്സിലെ ജുവാനയാ പറഞ്ഞത്. ജുവാന മഴ നനഞ്ഞാൽ അവൾക്ക് പനി പിടിക്കൂലെന്ന്. അതുകൊണ്ട് എപ്പോൾ മഴ പെയ്താലും അവൾ മഴയത്തിറങ്ങി കളിക്കും. ചില കുട്ടികൾക്ക് അങ്ങനെ അന്നമോളെ. അവരുടെ ശരീരത്തിന് നല്ല ഇമ്മ്യൂണിറ്റി പവർ അഥവാ രോഗപ്രതിരോധ ശേഷി ഉണ്ടായിരിക്കും. അതെന്താ മാലാഖേ? ഒരു രോഗം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന വൈറസുകളെ പ്രതിരോധിക്കാൻ അഥവാ വൈറസിനെ ഓടിക്കാൻ നമ്മുടെ ശരീരത്തിനുള്ള പ്രത്യേക തരം കഴിവിനെയാണ് രോഗപ്രതിരോധ ശേഷി എന്ന് പറയുന്നത്. ഈ രോഗപ്രതിരോധ ശേഷി നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യമനുസരിച്ച് കുറഞ്ഞും കൂടിയും ഇരിക്കും. മാത്രമല്ല, ചില വിറ്റാമിനുകളുടെ കുറവ് ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷിയെ ബാധിക്കുകയും ചെയ്യും. അതെങ്ങനെയാ മാലാഖേ? നിങ്ങൾ കുട്ടികൾ എല്ലാ തരത്തിലുമുള്ള പച്ചക്കറികൾ കഴിക്കാറുണ്ടോ? ഇല്ല മാലാഖേ. ഓരോരോ പച്ചക്കറികളിലും ധാരാളം വിറ്റാമിനുകൾ അടങ്ങിയിട്ടുണ്ട്. അതെല്ലാം കഴിച്ചാലേ ആ വിറ്റാമിനുകൾ നമ്മുടെ ശരീരത്തിലെത്തൂ. ഇറച്ചിയും മീനും മാത്രം എപ്പോഴും കഴിക്കുന്ന കുട്ടികൾക്ക് രോഗപ്രതിരോധ ശേഷി ഉണ്ടായിരിക്കില്ല. അപ്പൊ ഇനി ഇറച്ചിയും മീനും കഴിക്കാൻ പാടില്ലേ മാലാഖേ? കഴിക്കാലോ. ഇറച്ചിയും മീനും കഴിക്കുന്നതിനോടൊപ്പം പലതരത്തിലുള്ള പച്ചക്കറികളും പഴങ്ങളും എല്ലാം കുട്ടികൾ കഴിക്കണം. ഒപ്പം പാലും കുടിക്കണം. അങ്ങനെ എല്ലാം അടങ്ങിയ നല്ലൊരു ആഹാര രീതി ഉണ്ടായെങ്കിൽ മാത്രമേ നമ്മുടെ ശരീരത്തിൽ നല്ല നല്ല വിറ്റാമിനുകൾ ലഭിക്കൂ. അപ്പോഴാണ് ശരീരത്തിന് നല്ല രോഗപ്രതിരോധ ശേഷി കിട്ടുന്നത്. രോഗപ്രതിരോധ ശേഷി ലഭിച്ചെങ്കിൽ മാത്രമേ കുട്ടികൾക്ക് പനിയും മറ്റ് അസുഖങ്ങളും ഒന്നും പിടിപെടാതിരിക്കുക. അപ്പോൾ എൻ്റെ അന്നമോളിനി എല്ലാ തരത്തിലുമുള്ള പച്ചക്കറികൾ കഴിക്കില്ലേ? തീർച്ചയായും മാലാഖേ. എങ്കിലിനി എൻ്റെ അന്നമോള് വീട്ടിലോട്ട് പോയിക്കോട്ടോ. ബായ് മാലാഖേ. ബായ് അന്നമോളെ. കൂട്ടുകാരെ, ഈ ആഴ്ച ബർത്ത്ഡേ ആഘോഷിക്കുന്ന കൊച്ചു കൂട്ടുകാരെ നമുക്കൊന്ന് വിഷ് ചെയ്താലോ?
ബർത്ത്ഡേ ആഘോഷിക്കുന്ന എല്ലാ കൊച്ചുകൂട്ടുകാർക്കും ഞങ്ങളുടെ വക 1000 ജന്മദിനാശംസകൾ. ഇവാനെ, ഞാനൊരു കുസൃതി ചോദ്യം ചോദിക്കട്ടെ? ആ, ചോദിച്ചോളൂ. ഞാൻ പോയാൽ കുഴപ്പമാകുന്ന അപ്പം ഏതാണ്? ആ അപ്പം പാലപ്പം അല്ലല്ലോ. ഇടിയപ്പം അല്ലല്ലോ. നെയ്യപ്പാണോ? അല്ലല്ലോ. കുഴലപ്പാണോ അതിന്റെ ആൻസർ? യെസ്, കറക്റ്റ് ഉത്തരവാണ്. ഇനി ഞാനൊരു കുസൃതി ചോദ്യം ചോദിക്കാം. ഓക്കെ, ചോദിച്ചോളൂ. പോയി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു കിട്ടാത്ത 2 വസ്തു. തരാമോ വേനിയ? നമ്മുടെ വീട്ടിലുള്ള ഒരു സാധനമാണ്, മാത്രമല്ല നമ്മുടെ ശരീരത്തിൽ ഉള്ള ഒരു സാധനവും കൂടിയാണ്. എനിക്കറിയത്തില്ലല്ലോ. വയസ്സും സമയവും പോയി കഴിഞ്ഞാൽ നമുക്കത് കിട്ടത്തില്ലല്ലോ. ആ, അത് ശരിയാ. കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഡാൻസ് ഇഷ്ടമാണോ? എങ്കിൽ നമുക്കൊരു ഡാൻസ് കണ്ടിട്ട് വന്നാലോ? അഞ്ച് കല്ലെടുത്തു വെച്ചു പാഞ്ഞു വന്ന ദാവീദ് ഒറ്റയേറുതാ കടക്കണ ഗോലിയാത്ത്. 5 കല്ലെടുത്തു വെച്ചു പാഞ്ഞു വന്ന ദാവീദ് ഒറ്റയേറുതാ കടക്കണ ഗോലിയാത്ത്. ഏലേലേലേ 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 ഏലേലേലേ. 5 കല്ലെടുത്തു വെച്ചു പാഞ്ഞു വന്ന ദാവീദ് ഒറ്റയേറുതാ കടക്കണ ഗോലിയാത്ത്. 5 കല്ലെടുത്തു വച്ചു പാഞ്ഞു വന്ന ദാവീദ് ഒറ്റയേറുതാ കടക്കണ ഗോലിയാത്ത്. യോശുവയും കൂട്ടുകാരും 7 കാഹളങ്ങൾ കയ്യിലേന്തിയും. യോശുവയും കൂട്ടുകാരും 7 കാഹളങ്ങൾ കയ്യിലേന്തിയും. കോട്ട ചുറ്റി നടന്നു, ഹേ 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 7 വട്ടം നടന്നു, ഹോ 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 ഹോ. കോട്ട ചുറ്റി നടന്നു, 7 വട്ടം നടന്നു. 7 വട്ടം മൂതിയപ്പോൾ കോട്ട മതിൽ തകർന്നു. ഏലേലേലേ 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 ഏലേലേലേ. 5 കല്ലെടുത്തു വെച്ചു പാഞ്ഞു വന്ന ദാവീദ് ഒറ്റയേറുതാ കടക്കണ ഗോലിയാത്ത്. 5 കല്ലെടുത്തു വെച്ചു പാഞ്ഞു വന്ന ദാവീദ് ഒറ്റയേറുതാ കടക്കണ ഗോലിയാത്ത്. ഏലേലേലേ 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 ഏലേലേലേ. ആ, എന്ത് രസമായിരുന്നു ആ ഡാൻസ്. ആഗ്നസിന് ഇഷ്ടായോ? എനിക്ക് ഒത്തിരി ഇഷ്ടമായി. കൂട്ടുകാരെ, നമുക്കെങ്കിൽ അടുത്ത സെഗ്മെന്റിലോട്ട് പോയാലോ? എന്തായിരിക്കും അടുത്ത സെഗ്മെന്റ്? ഒന്ന് കണ്ടു നോക്കാം കൂട്ടുകാരെ. മാന്യ സദസ്സിന് നമസ്കാരം. ബഹുമാനാദരവുകൾ എന്ന അധ്യാപകരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, നാം എല്ലാവരും വളരെ ആകാംക്ഷയോടെ കാത്തു നിൽക്കുന്ന ഒരു ദിവസമാണിന്നല്ലേ. നമ്മുടെ കഴിവുകൾ തെളിയിക്കാൻ നമുക്ക് ലഭിക്കുന്ന ഒരു സുവർണ അവസരം. ഈ അവസരത്തിൽ എന്റെ കഴിവുകൾ തെളിയിക്കാൻ മാത്രമല്ല, മറിച്ച് ഇന്ന് ആധുനിക സമൂഹത്തിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്താണെന്നല്ലേ? കുടുംബ മൂല്യങ്ങളുടെ പ്രാധാന്യം. പ്രശസ്തനായ ഒരു ചിന്തകൻ ഒരിക്കൽ പറയുകയുണ്ടായി, കൂടുമ്പോൾ ഇമ്പമുള്ളതാണത്രേ കുടുംബം. എത്ര അർത്ഥവത്തായ വാക്കുകളാണല്ലേ. കുടുംബം സ്നേഹം കൊണ്ട് നിർമ്മിച്ച ഒരു ചെറിയ ലോകമാണ്. പരസ്പരം സ്നേഹിച്ച് ആ ലോകം നമുക്ക് സുന്ദരമാക്കാം. ഈ ഭൂമിയിൽ നമുക്ക് ലഭിക്കാവുന്നതിൽ ഏറ്റവും നല്ല സമ്മാനമാണ് നമ്മുടെ കുടുംബം. നാം ജനിച്ചു വളരുന്നതും സ്നേഹിക്കാനും ദയ കാണിക്കാനും പഠിക്കുന്നതും ലോകത്തെ മനസ്സിലാക്കുന്നതും നമ്മുടെ കുടുംബങ്ങളിൽ നിന്നാണ്. എന്താണ് കുടുംബ മൂല്യങ്ങൾ? ലളിതമായി പറഞ്ഞാൽ, ഒരു കുടുംബം പിന്തുടരുന്ന എല്ലാ നല്ല ശീലങ്ങളും വ്യക്തിത്വങ്ങളുമാണവ. ഈ മൂല്യങ്ങളാണ് ഒരു വ്യക്തിയെ രൂപപ്പെടുത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത്. നമ്മുടെ മാതാപിതാക്കളും മുതിർന്നവരും അവരുടെ ജീവിതത്തിലൂടെയും പ്രവൃത്തികളിലൂടെയും ഈ മൂല്യങ്ങൾ നമുക്ക് പകർന്നു നൽകുന്നു. ഈ മൂല്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിലെ ഓരോ ഘട്ടത്തിലും നമ്മെ ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുന്നത്.
യൂറോപ്യൻ പാർലമെന്റിനെ അഭിമുഖീകരിച്ചുകൊണ്ട് മുൻ പ്രസിഡന്റായിരുന്ന APJ അബ്ദുൽ കലാം പറഞ്ഞ ചരിത്ര പ്രസിദ്ധമായ ഒരു പ്രസംഗമുണ്ട്. ആ പ്രസംഗത്തിൽ ഏതാനും ചില വരികൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മനസ്സിൽ നന്മയുണ്ടെങ്കിൽ സ്വഭാവം നല്ലതാകും. സ്വഭാവം നല്ലതായാൽ നമ്മുടെ വീട്ടിൽ സ്വരച്ചേർച്ച ഉണ്ടാകും. നമ്മുടെ വീട്ടിൽ സ്വരച്ചേർച്ച ഉണ്ടായാൽ നമ്മുടെ രാജ്യത്ത് ക്രമസമാധാനം ഉണ്ടാകും. നമ്മുടെ രാജ്യത്ത് ക്രമസമാധാനം ഉണ്ടായാൽ ഈ ലോകത്ത് തന്നെ സമാധാനം ഉണ്ടാകും. കളിമുറ്റത്തിൽ ഇന്ന് സെലക്ട് ചെയ്തിരിക്കുന്ന ആരുടെ പടമായിരിക്കും? നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ? കൂട്ടുകാരെ, നിങ്ങൾക്കും ഇതേപോലെ പടങ്ങൾ വരയ്ക്കാനും ഡാൻസ് കളിക്കാനും ഒക്കെ കഴിവുണ്ടെങ്കിൽ തീർച്ചയായും കളിമുറ്റത്തിൽ പങ്കെടുക്കാം. അതിനായി ഞങ്ങളെ കോൺടാക്ട് ചെയ്യേണ്ട അഡ്രസ്: ദി പ്രൊഡ്യൂസർ, കളിമുറ്റം, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ PO, ചാലക്കുടി, തൃശൂർ. പിൻ 680309. ഇമെയിൽ kalimuttmgtv24@gmail.com. ഫോൺ 8606460033. എങ്കിൽ അടുത്ത ആഴ്ച ഇതിന് നല്ലൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം കൂട്ടുകാരെ. അതുവരേക്കും ബൈ.